ബഹുമാന്യരായ മീഡിയ പത്ര മാധ്യമങ്ങളെ സുഹൃത്തുക്കളെ, പൂഞ്ഞ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷമായി നിരവധിയായ സമാനതകളില്ലാത്ത സമസ്ത മേഖലകളിൽ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയാണ് പ്രവർത്തിച്ചത്. ഇതെല്ലാം സാധ്യമായത് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദീർഘവീക്ഷണത്തോടുള്ള നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രവൃത്തിയും അതോടൊപ്പം തന്നെ ബഹുമാന്യായ പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിൻ്റെ ശക്തമായ നേതൃത്വവും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പൂഞ്ഞ ഗ്രാമപഞ്ചായത്തിലെ 13 മെമ്പർമാരുടെ സഹകരണവും അതോടൊപ്പം തന്നെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥരുടെയും ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയും വിശിഷ്യ ബഹീനങ്ങളുടെയും നിർലോഭമായ സഹകരണത്തോടെയാണ് നമുക്കിത് സാധ്യമായത്. ആ പ്രവൃത്തിയുടെ ഒരു ഭാഗമാണ് നാളെ ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങൾക്കായി നൽകുന്നത്. ഏതാണ്ട് 125 വർഷം പഴക്കമുള്ള കെട്ടിടത്തിലാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത്. കാലപ്പഴക്കം ചെയ്യുന്ന ഓഫീസിൻ്റെ എല്ലാ വർഷവും അതിന് മെയിൻ്റനൻസ് വേണ്ടി വരുന്നു. അത് മാറ്റുന്നതിന് വേണ്ടിയും 1988 ഭരണസമിതി 48 സെന്റ് സ്ഥലം പൂഞ്ഞാർ കോവിക്കലിൻ്റെ കളരിക്കൽ പാലസിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയാണ് മേടിച്ച സ്ഥലത്താണ് നമ്മുടെ കെട്ടിട സമുച്ചയം പണി തീർന്നിട്ടുള്ളത്. എന്നാൽ അതിനു മുമ്പ് 1968 പുതിയറക്കൽ കുടുംബത്തിൽ നിന്ന് വാങ്ങിയ ഒരു വീട്, ആ വീട്ടിലാണ് ഇന്നും ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിച്ചു വരുന്നത്. വലിയ തോതിലുള്ള കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൻ്റെ ശോച്യാവസ്ഥ, ജനങ്ങൾക്കാകെ ബുദ്ധിമുട്ട്, ജീവനക്കാർക്ക് ആകെ ബുദ്ധിമുട്ട്. ഇതൊഴിവാക്കുന്നതിനും വിജ്ഞാനം വിരൽത്തുമ്പിൽ എത്തിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ, ഉദാഹരണത്തിന് കേസ്മാർട്ട് പദ്ധതി നടപ്പാക്കുന്നതിനും ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നിരവധിയായി ഒരുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി 1.5 കോടി രൂപ 4 ഘട്ടങ്ങളിലായി ഗവൺമെൻറ്, MLA, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് വിഹിതം ഉപയോഗിച്ചാണ് മനോഹരമായ കെട്ടിടം പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നാളെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട MP രാജേഷ് അവറുകൾ നിർവഹിക്കും. ആ യോഗത്തിൽ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അവറുകൾ അധ്യക്ഷത വഹിക്കുന്നതും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ നോബിൾ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ മുഖ്യപ്രഭാഷണം ബഹുമാന്യായ MP ആൻഡോ ആന്റണി അവറുകളും നിർവഹിക്കുന്നു. ഇതൊരു ചെറിയ പ്രവൃത്തി മാത്രമാണ്. എന്നാൽ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ 5 വർഷം ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നമ്മുടെ പ്രാദേശികമായ ആശുപത്രിയുടെ വികസനം, അതുവഴി ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കി ഉയർത്തുകയും എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ലാബ് സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തി 3 കോടി രൂപ മുടക്കിയാണ് നമ്മുടെ ആശുപത്രിയുടെ പ്രവർത്തനം നമുക്ക് സാധ്യമാക്കി. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും ഊന്നൽ നൽകി സംസ്ഥാന ഗവൺമെൻറ് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി 125 വർഷം പഴക്കമുള്ള നമ്മുടെ പൂഞ്ഞാർ ഗവൺമെൻറ് LP സ്കൂള് 1,70,00,000 രൂപ മുടക്കി ബഹുമാന്യായ പൂഞ്ഞാർ MLAയുടെ ഇടപെടലോടുകൂടി അത് പൂർത്തീകരിച്ച് സ്മാർട്ട് LP സ്കൂളാക്കാൻ നമുക്ക് സാധ്യമാക്കി. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട മേഖലയായ പശ്ചാത്തല മേഖലയിൽ ഏതാണ്ട് 6 കോടി രൂപയാണ് വിവിധ വാർഡുകളിലായി MLA ഇതിനോടകം തന്നെ അനുവദിക്കപ്പെട്ട് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൂഞ്ഞ ഗ്രാമപഞ്ചായത്തിൽ സ്വന്തമായി കെട്ടിടമില്ലാതിരുന്ന അംഗൻവാടിക്ക് പെരുന്നലം 1-ാം വാർഡിൽ 30 ലക്ഷം രൂപയാണ് അതിലേക്ക് അനുവദിക്കപ്പെട്ടത്. അതിൻ്റെ ടെൻഡർ നടപടി നടന്നു. അതോടൊപ്പം തന്നെ ഉപയോഗശൂന്യമായ അംഗൻവാടി ചേന്നാട് അത് പ്രവർത്തനക്ഷമമാക്കുന്നതിലേക്ക് 30 ലക്ഷം രൂപയും ഗവൺമെൻറ് ഫണ്ടിൽ നിന്ന് ബഹുമാന്യായ MLA അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയിലും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിലെ സമസ്ത മേഖലകളിലും
സമഗ്ര വികസനം എന്ന ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോൾ വലിയ തോതിലാണ് അതിലേക്ക് ഫണ്ട് വേണ്ടി വരുന്നത്. അതിന് നിരവധി സഹായങ്ങളാണ് നമുക്ക് ഗവൺമെന്റിന്റെയും MLAയും അതോടൊപ്പം തന്നെ MP-യും നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനവും നമുക്ക് സാധ്യമാക്കി തന്നിട്ടുള്ളത്. ഇതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഊഞ്ഞാ ഗ്രാമപഞ്ചായത്തിലെ ആകെ ബഹീനങ്ങളുടെ വലിയ പിന്തുണയോടെയാണ് നമുക്ക് ഈ പ്രവർത്തനമെല്ലാം സാധ്യമായത്. അതിൽ പിന്നിൽ പ്രവർത്തിച്ച ബഹുമാന്യായ MLA, MP, അതോടൊപ്പം തന്നെ ത്രിതല പഞ്ചായത്ത് ഭാരവാഹികളുള്ള നന്ദിയും ഈ സമയത്ത് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നൽകുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത നോബിൾ. നമ്മുടെ പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് പുതിയ മന്ദിര സമുച്ചയത്തിന്റെ ഉദ്ഘാടന കർമ്മം നാളെ രാവിലെ, അതായത് ഒക്ടോബർ 4 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MV രാജേഷ് ഉദ്ഘാടനം ചെയ്യുന്നതും തദവസരത്തിൽ നമ്മുടെ അധ്യക്ഷത വഹിക്കുന്നത് പൂഞ്ഞാർ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളത്തുങ്കൽ അവരുകളുമാണ്. നമ്മുടെ പത്തനംതിട്ട പാർലമെന്റ് MP ശ്രീ ആന്റോ ആന്റണി അവരുടെ മുഖ്യ പ്രഭാഷണത്തോടു കൂടി നമ്മുടെ സമ്മേളനം ആരംഭിക്കുന്നു. സമ്മേളനത്തില് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെയും പൂഞ്ഞാറിന്റെയും സമഗ്ര വികസനമാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിന് നമുക്ക് നമ്മുടെ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി 4 ഘട്ടങ്ങളായിട്ടാണ് ഫണ്ട് ലഭിച്ചിട്ടുള്ളത്. അത് സംസ്ഥാന ഗവൺമെന്റിന്റെയും അതോടൊപ്പം തന്നെ MLAയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് 1.5 കോടി രൂപയുടെ കെട്ടിട സമുച്ചയമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ മേഖലകളിലുള്ള സമഗ്ര വികസനമാണ് ലക്ഷ്യം വെക്കുന്നത്. ഈ 5 വർഷക്കാലം കൊണ്ട് ഗ്രാമപഞ്ചായത്തിന് വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, കാർഷിക മേഖല എന്നിങ്ങനെ വളരെ വ്യാപകമായ ഒരു വികസന പ്രവർത്തനത്തിലൂടെ ഗ്രാമപഞ്ചായത്തിന് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് MLAയുടെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇടപെടലുകളായിട്ടാണ് നമുക്ക് ഈ ഉദ്ഘാടനം ഇത്രയും പെട്ടെന്ന് നടത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളില് ഉള്ള എല്ലാവരെയും ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ മീഡിയ, പത്രമാധ്യമ പ്രവർത്തകരെയും ഈ ഉദ്ഘാടന വേദിയിലേക്ക് വളരെ ബഹുമാനത്തോടുകൂടി ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ മന്ദിര സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഉദ്ഘാടന യോഗത്തെ സംബന്ധിച്ച് വളരെ വിശദമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പുരോഗതി കൈവരിക്കാൻ സാധ്യമായത് 1968 സ്ഥാപിതമായ ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റ് യശശരീരനായ N രാമകൃഷ്ണപിള്ള നെല്ലിക്കച്ചാൽ അവർ അദ്ദേഹത്തിൻ്റെയും ആ കാലഘട്ടത്തിലെ ഭരണസമിതിയിലെയും തുടർന്ന് വന്ന പല ഭരണസമിതികൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് 1988 ഭരണസമിതി. അത് ഞാൻ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചു. ആ ഭരണസമിതിയാണ് നമുക്ക് ഈ വസ്തു വാങ്ങാൻ സഹായിച്ചത്. അങ്ങനെ വ്യത്യസ്തമായ കാലഘട്ടത്തിൽ വിവിധ തരത്തിലുള്ള ഗവൺമെന്റ്, നമ്മുടെ ജനപ്രതിനിധികൾ, അവരുടെ നേതാക്കന്മാരുടെ ഇടപെടൽ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, ഇവരുടെ ധീരമായ പ്രവർത്തനത്തിലൂടെയാണ് നാളിതുവരെയുള്ള ഗ്രാമപഞ്ചായത്തിന്റെ സാമൂഹ്യ പുരോഗതി കൈവരിക്കാൻ നമുക്ക് സാധ്യമായത്. ഗ്രാമപഞ്ചായത്ത് എന്നും അവരെ വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ വ്യത്യസ്ത മേഖലകൾ, പൂഞ്ഞാ ഗ്രാമപഞ്ചായത്തിന്റെ വ്യത്യസ്ത മേഖലകളിലുള്ള വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങും ഈ യോഗത്തോടനുബന്ധിച്ച് നടത്തപ്പെടുകയാണ്. അതിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ കഴിവ് തെളിയിച്ചവർ, സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാടായ മനസ്സോടിത്തിരി മണ്ണ് എന്ന് പറഞ്ഞ് സ്വന്തമായ ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമി നൽകുന്നതിന് വേണ്ടി 20 സെന്റ് സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. അതിൽ മാത്തുക്കുട്ടി കുളിക്കക്കുന്നേൽ,
അതോടൊപ്പം തന്നെ ആ പ്രക്രിയ നടത്തിയിരിക്കുന്ന 6 പേര് വേറെയുണ്ട്. ജലജീവൻ മിഷൻ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് സ്ഥലവും, കുളം നിർമ്മാണത്തിന് സ്ഥലവും, ടാങ്ക് നിർമ്മാണത്തിന് സ്ഥലവും, പൈപ്പ് ലൈൻ വലിക്കുന്നതിന് സ്ഥലവും സൗജന്യമായി വിട്ടു നൽകിയ മറ്റു പലരും. അങ്ങനെ സമസ്ത മേഖലകളിലും ഉള്ള വിശിഷ്ട സേവനം നടത്തിയ ആളുകളെ ആദരിക്കപ്പെടുന്നുണ്ട്. പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് പൂഞ്ഞാർ രാജകുടുംബവുമായി ബന്ധപ്പെട്ടാണ്. കാരണം 900 വർഷം മുമ്പ് ഇവിടെ സ്ഥാപിതമായ രാജകുടുംബമാണ് പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിന്റെയും പൂഞ്ഞാറിന്റെയും സാമൂഹ്യ പുരോഗതിക്ക് തുടക്കം കുറിച്ചത് എന്നുകൂടി രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 3 ആഴ്ചക്ക് മുമ്പ് ഒരു സഹോദരൻ ഒരു പാലത്തിലൂടെ വന്നവർക്കുകയും 5 പേര് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൈവരിയില്ലാതെ എന്ത് വികസനമാണ് ഭരണസമിതിയുടെ ഭാഗത്ത് നിലവിലുണ്ടായിട്ടുള്ളത്? അവിടെ കൈവരിയില്ലാതെ ഒരു ഓട്ടോഷാക്കിൽ വരുമ്പോൾ തന്നെ അതിന് ഭയമാണ്. അതെന്താണ് വികസനത്തിന്റെ പറയുമ്പോൾ അതെന്ത് വികസനമാണ് ചൂണ്ടിക്കാണിച്ചത് വളരെ ഗൗരവപൂർവ്വമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അത് വളരെ ഗൗരവപൂർവ്വം കാണുകയും ഇത് സംഭവിക്കുന്നതിന് മുമ്പ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി, ഇത്തരം സംഭവവികാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൈവരി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ചില സാമൂഹ്യ വിരുദ്ധർ ആ കാലഘട്ടത്തിലെ ആരുടെയൊക്കെയോ സഹായത്താൽ അത് അറുത്തു മാറ്റിക്കളഞ്ഞതാണ്. എന്നാൽ ആരെങ്കിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയെങ്കിൽ അത് പരിഹരിക്കേണ്ട ചുമതല ഗ്രാമപഞ്ചായത്തിനുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി ഭരണസമിതി യോഗം കൂടുകയും അതിലേക്ക് 4.5 ലക്ഷം രൂപ വകമാറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിന്റെ അംഗീകാരം വാങ്ങിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ടെൻഡർ നടപടി പൂർത്തിയാക്കി ആ പണി പൂർത്തിയാക്കുന്നത്. എടുത്തു മാറ്റാവുന്ന തരത്തിലാണ് അത് വെക്കുന്നത്. അതിന്റെ നിവേദനം അതും ഒരു വലിയ നിർദ്ദേശമാണ്. ആ പ്രദേശവാസികളെല്ലാം ആവശ്യപ്പെട്ടു. പക്ഷെ ഒരു പാലം പണിയുന്നതിന് കോടിക്കണക്കിന് രൂപ ആവശ്യമുണ്ട്. അതിന്റെ ഗവൺമെന്റ് സഹായവും ആവശ്യമാണ്. ആ ഗവൺമെന്റ് സഹായം ലഭ്യമാകണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളെല്ലാം പാലിക്കേണ്ടതുണ്ട്. 2 പാലങ്ങൾ തമ്മിലുള്ള അകലം, ആ അകലത്തിൽ എത്ര ഗുണഭോക്താക്കൾക്ക് അത് ഉപയോഗപ്പെടുന്നു എന്നൊക്കെ ഗവൺമെന്റ് മാനദണ്ഡങ്ങളുണ്ട്. ഈ വിവരം നമ്മൾ വളരെ ഗൗരവമായി എടുക്കുകയും ഭരണസമിതി കൂടി അതിനൊരു നിവേദനം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ MLA മുഖാന്തരം നമുക്ക് ഗവൺമെന്റിൽ സമർപ്പിച്ച് ആയതിന് എങ്ങനെ പരിഹാരം കാണാം എന്ന് പരിശ്രമിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് വെട്ടിപ്പറമ്പ് റോഡ്. വെട്ടിപ്പറമ്പ് റോഡ് നിലവിൽ മാസങ്ങളായിട്ട് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് റോഡ് പൊട്ടിച്ചിരിക്കുകയാണ്. പൂഞ്ഞാറ്, കുന്നോളി അവിടെയുള്ള ഭാഗങ്ങളിലെ ആളുകൾ ഇപ്പൊ വാഗമണിലേക്ക് ഈക്കോയിലേക്ക് വരണതുണ്ടെങ്കിൽ കിലോമീറ്ററുകൾ താണ്ടിയാണ് വരുന്നത്. അതിൽ വെട്ടിപ്പറമ്പ് വഴി വണ്ടികൾ വരുന്നില്ല, ഓട്ടോ എടുക്കാൻ വരുന്നില്ല. സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഏർപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ ഇവിടെ സൂചിപ്പിച്ച കാര്യം, ഈ വെട്ടിപ്പറമ്പ് റോഡിന്റെ പരാമർശം, അതിന്റെ ബഹുഭൂരിഭാഗം സ്ഥലവും പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലാണ്. എങ്കിലും ഇതിന് മറുപടി എന്നുള്ള നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തികൾ പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിലും ചില റോഡുകളിൽ നടന്നിട്ടുണ്ട്. ഉദാഹരണം വെള്ളിയപ്പള്ളിക്കണ്ടം നെല്ലിക്കച്ചാൽ റോഡ്, അതോടൊപ്പം തന്നെ കണ്ണാനി വേലികാണാമ്പാറ റോഡ്. ഇതിന് പരിഹാരം എന്നുള്ള നിലയിൽ ഇതിനോടകം 3 പ്രാവശ്യം MLAയുടെ അധ്യക്ഷതയിൽ ജലജീവൻ മിഷൻ ഉദ്യോഗസ്ഥരെയും PWD ഉദ്യോഗസ്ഥരെയും വിളിച്ചു ചേർത്ത് ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന 15-ാം തീയതിക്കുള്ളിൽ അവരുടെ പ്രവൃത്തികൾ പൂർണ്ണം ചെയ്തു തീർക്കുന്നതാണെന്നും ഈ പറഞ്ഞ റോഡ് വെള്ളിയപ്പള്ളിക്കണ്ടം നെല്ലിക്കച്ചാൽ റോഡ് നന്നാക്കുന്നതിനും കണ്ണാനി വേലികാണാമ്പാറ റോഡ് നന്നാക്കുന്നതിനും 40 ലക്ഷം രൂപ MLA അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഗ്രാമപഞ്ചായത്ത് വിഹിതവും ഇതിനായി വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും